ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ ശുചീകരണ തൊഴിലാളിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് നടക്കുകയാണ്. ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിനടുത്തുള്ള സ്നാനഘട്ടത്തിലെ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം കാട് കയറി അപ്പുറം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്പർ ഇട്ട് മാർക്ക് ചെയ്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയുമായുള്ള അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. നേരത്തെ ഈ ശുചീകരണ തൊഴിലാളി ഹാജരാക്കിയ വിവരങ്ങൾ അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇങ്ങനെ അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലാണ് കൂടുതൽ പരിശോധനയിലേക്ക് കടക്കാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്നൊരു പ്രാഥമിക പരിശോധന മാത്രമാകും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ ശുചീകരണ തൊഴിലാളി എവിടെ നിന്നാണോ തലയോട്ടി എടുത്തുകൊണ്ട് കൊടുത്തത് അവിടെ മാത്രം ഒരു പരിശോധന എന്ന് കരുതിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത്തരത്തിലല്ല പരിശോധന പുരോഗമിക്കുന്നത്. നിലവിൽ മാർക്ക് ചെയ്ത് മൃതദേഹമുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞ ഓരോ സ്ഥലങ്ങളും പോലീസ് മാർക്ക് ചെയ്ത SIT സംഘം മാർക്ക് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ എടുത്തു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഡേറ്റ ഡിജിറ്റലി കൂടി എൻ്റർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവർ സ്നാനഘട്ടത്തിൽ നിന്ന് കാട് കയറിയാണ് അല്പദൂരമുള്ള ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. ആ ദൂരം ഇത്രയും കാട് കയറിയിട്ടാണ്